തദ്ദേശത്തോൽവി വിശദമായി പഠിച്ച് സിപിഎം. അമിത ആത്മവിശ്വാസവും ശബരിമല വിഷയത്തിലെ യുഡിഎഫ് ബിജെപി കള്ളപ്രചാരണവും തിരിച്ചടിയായി. പ്രാദേശിക പ്രശ്നങ്ങളും വർഗീയ പ്രചാരണങ്ങളും മാധ്യമങ്ങളുടെ തെറ്റായ ഇടപെടലും കാരണമായി. ഭരണവിരുദ്ധ വികാരമില്ലെന്നും സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ ബിജെപിക്ക് വളമാവുമെന്ന് ഞങ്ങൾ നേരത്തെ നിയമം സംബന്ധിച്ച് പറഞ്ഞു. പിന്നെ തൃശ്ശൂർ പറഞ്ഞു, ഇപ്പോഴും മറ്റത്തൂരും പറയുകയാണ്. ഏത് നിമിഷവും ഏത് കോൺഗ്രസ്സുകാരനും ബിജെപിയിലേക്ക് ചേക്കാറാം എന്നതിന് അത് വരമ്പുകളില്ല. നേരിയ ഒരു നൂൽ തടസ്സം പോലുമില്ല എന്നതാണ് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. കോൺഗ്രസിനെതിരെ മറ്റത്തൂർ ആയുധമാക്കി സിപിഎം. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ ബിജെപിക്ക് വളമാകുമെന്ന് എം വി ഗോവിന്ദൻ. ഏത് നിമിഷവും ഏത് കോൺഗ്രസുകാരനും ബിജെപിയിലേക്ക് ചേക്കേറാം. മറ്റത്തൂരിലേത് പുതിയ കേരള മോഡൽ എന്നും വിമർശനം. വി കെ പ്രശാന്തിന്റെ ഓഫീസ് വിവാദം ഏറ്റെടുത്ത് കോൺഗ്രസ്. എംഎൽഎ ഹോസ്റ്റലിൽ 2 മുറിയുള്ള പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്ന് കെ എസ് ശബരിനാഥ്. ഈ 31, 32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? എംഎൽഎ അങ്ങോട്ട് പോകാറുണ്ടോ? അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരൊക്കെയാണോ താമസിക്കുന്നത്? അത് നികുതി പണമല്ലേ? കോൺഗ്രസുകാർ ബിജെപിയുടെ അജണ്ട ഏറ്റെടുക്കുന്നുവെന്ന് പ്രശാന്ത്. എംഎൽഎ കെട്ടിടം ഒഴിപ്പിക്കുന്നുവെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്ന് മേയർ. നടൻ ജയസൂര്യയെയും ഭാര്യയെയും ചോദ്യം ചെയ്ത് ഇഡി. നടപടി സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ. ചോദ്യം ചെയ്യൽ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ ഇഡി നീക്കം. കമ്പനി ഉടമ സ്വാതിക് റഹീം അറസ്റ്റിലായതിന് പിന്നാലെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. പത്മകുമാറിന്റെ കാലത്തെ ബോർഡ് അംഗം വിജയകുമാർ അറസ്റ്റിൽ. SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികൾ ഡിമണി വിദേശത്തേക്ക് കടത്തി. ഇടപാടുകൾ നടന്നത് തിരുവനന്തപുരത്ത് വെച്ച്. ഇടപാടിനായി ഡിമണി ആദ്യം സമീപിച്ചത് തന്നെയെന്നും മൊഴി. ഉന്നാവ് ബലാത്സംഗ കേസിൽ ബിജെപി മുൻ എംഎൽഎക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കുൽദീപ് സെൻഗാറിന് ജാമ്യം അനുവദിച്ച ഉത്തരവ് സ്റ്റേ ചെയ്തു. നടപടി ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ CBI അപ്പീലിൽ. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കാൻ നിർദ്ദേശം. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ. മുരുകനെ തമിഴ്നാട് പോലീസ് പിടിച്ചത് ട്രിച്ചിയിൽ നിന്ന്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതി. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 20 ദിന സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ്. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പുടിനുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്.